ഓപ്പോയുടെ ഓപ്പോ പാഡ് 3 എന്ന പുതിയൊരു ടാബ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബ്ലറ്റിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ പാഡ് 3 എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ ഓപ്പോ പാഡ് 3യിൽ 12.1 ഇഞ്ചിന്റെ 3K റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ വരാനാണ് സാധ്യത. അപ്പം അത്യാവശ്യം നല്ല റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ LCD പാനലായിരിക്കും ഈ ടാബിൽ വരിക. നമ്മളുടെ ഡിസ്പ്ലേ ഒന്നും വരാൻ ചാൻസ് ഇല്ല. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 900 നിറ്റ്സ് വരെ വന്നേക്കാം. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. മികച്ചൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇത് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആയിരിക്കാനാണ് സാധ്യത. അപ്പം OLED പാനൽ ഇല്ല എന്നുണ്ടെങ്കിലും വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. പിന്നെ LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഇതിൽ സ്റ്റൈലസ് പെൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ കീബോർഡിന്റെ സപ്പോർട്ടൊക്കെ വന്നേക്കാം. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വന്നേക്കാം. ഒന്നെങ്കിൽ 8 സ്പീക്കേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ 4 സ്പീക്കേഴ്സ് ഇതിൽ വന്നേക്കാം. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ടാബിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിന്റെ പിന്നിൽ സിംഗിൾ ക്യാമറ വരാനാണ് സാധ്യത. ടാബിന്റെ പിന്നിൽ 13 മെഗാ പിക്സലിലെ ക്യാമറ സെൻസർ വന്നേക്കാം. പിന്നെ 8 മെഗാ പിക്സൽ ഒരു സെൽഫി ക്യാമറയും വന്നേക്കാം. ഇപ്പോൾ ടാബുകളുടെ കാര്യത്തിൽ ക്യാമറ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഇപ്പോൾ ഡോക്യുമെന്റ്സ് സ്കാൻ ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ക്യാമറ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വീഡിയോ കോളിനൊക്കെ. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 9510 mAh ബാറ്ററി ഈ ടാബിൽ വന്നേക്കാം. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഈ ടാബിൽ വരുന്നതായിരിക്കും. 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ വന്നേക്കാം. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പുമായിട്ടായിരിക്കും ഈ ഒരു ടാബ്ലറ്റ് വരിക. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാബിൻ്റെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ ഈ ടാബ് ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഈ ടാബ് ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ചിലപ്പം OnePlus ബ്രാൻഡിങ്ങിലും ഈ ഒരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തേക്കാം. OnePlus Pad 2 എന്ന പേരിൽ ഈ ഒരു ടാബ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 45,000 50,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ടാബ് ലോഞ്ച് ചെയ്തേക്കാം. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ചിലപ്പം കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിലായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു 50,000 55,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വരെ ഈ ടാബിൻ്റെ വില പോയേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഓപ്പോയുടെ ഓപ്പോ പാഡ് 3 എന്ന പുതിയൊരു ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ടാബിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബ്ലറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.